നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അങ്ങനെ ഞാനും വാസു കൂടെ തീരുമാനിച്ചു, ഇന്നത്തെ രുചി മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കുന്നത് ശാരദാമ്മ തന്നെ ആയിരിക്കണം. പക്ഷെ പിള്ളേരോടൊന്നും ഈ രഹസ്യം ഞങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ. ശാരദാമ്മ വന്ന് ഇറങ്ങിയപ്പോ ഉറപ്പിച്ചു, വിധി 100% സത്യസന്ധമായിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഈ 3 മക്കളിൽ ഒരാളാണ് കമ്പനിയുടെ തലപ്പത്ത് വരേണ്ടത്. അവരുടെ കഴിവ് തെളിയിക്കാനാണ് ഈ മത്സരം. ഇത് അമൃത, അത് ഐശ്വര്യ, അത് ശ്യാമ. ഇവരാണ് ഗസ്റ്റെങ്കിൽ എന്റെ ഡിഷൊക്കെ ഇഷ്ടപ്പെടുവോ? മൊത്തം നാടൻ രീതികളാ ഇവരുടേത്. ജയിച്ചാലും തോറ്റാലും ശരി, ശാരദാമ്മ പോലൊരാളുടെ അഭിപ്രായം അതാ പ്രധാനം. ആ വിധി അങ്ങേയറ്റം കൃത്യമായിരിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. എനിക്കും വലിയ സന്തോഷ. ദേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഉള്ളിലൊന്ന് വെച്ച് പുറമെ മറ്റൊന്ന് പറയുന്ന ആളല്ല. ശാരദാമ്മയുടെ ഹോട്ടലൊക്കെ മികച്ചതാ, അവിടുത്തെ ആഹാരവും അടിപൊളിയാ. പക്ഷേ ഇതുപോലൊരു മത്സരം ജഡ്ജ് ചെയ്യാൻ ശാരദാമ്മയ്ക്ക് യോഗ്യതയുണ്ടോ? ഐശ്വര്യ, ഏയ് ഐശ്വര്യ പറയട്ടെ, പറയും മോളെ. ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്നതാ ഞങ്ങളുടെ കമ്പനിയുടെ പ്രോഡക്റ്റ്. ഇന്നിവിടെ ഉണ്ടാക്കുന്ന രുചിക്കൂട്ടും മാർക്കറ്റ് ചെയ്യാൻ പോവാ. ഹോട്ടലില് കുറച്ചു പേർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് പോലെയല്ല ലക്ഷക്കണക്കിന് പേർക്ക് രുചി ഒരുക്കുന്നത്. ഒരു വമ്പൻ ഷെഫ് തന്നെ ജഡ്ജ് ചെയ്യണം. മത്സരം മാറ്റിവെക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഐശ്വര്യ, അതിന് കിടന്ന് സംസാരിക്കരുത്. ശാരദാമ്മയെ പോലെ ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കരുത്. അല്ല, ഞാനെന്താ അപമാനിച്ചേ? ശാരദാമ്മേ, ഇവള് പറയുന്നൊന്നും കാര്യമാക്കണ്ട, ക്ഷമിക്കണം. ഐശ്വര്യ മോളെ, ശാരദാമ്മയുടെ മാപ്പ് പറ. അയ്യോ സാറേ, ഒരു മിനിറ്റ്. ഐശ്വര്യയുടെ മനസ്സിലുള്ളത് പറഞ്ഞു. അതിനെന്തിനാ കുട്ടിയെ വെറുതെ കുറ്റപ്പെടുത്തുന്നത്? ഒരാളിങ്ങനെയൊക്കെ എന്നെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു രീതി വെച്ചിട്ട് ഞാനിവിടുന്ന് വിഷമിച്ച് പിന്മാറുകയാണ് ചെയ്യേണ്ടത്. ഞാൻ കാരണം ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.